Mechanism of muscle contraction. The most accepted theory in this regard is Huxley and Hansen 1954 പ്രപ്പോസ് ചെയ്ത സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി ആണ് ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ മെക്കാനിസം. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഈ പറയുന്ന മസിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ലൈഡിംഗ് ആക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന എന്നാണ് പറയുന്നത്. സ്ലൈഡ് ചെയ്യുന്നത് ആരാണ്? തിൻ ഫിലമെൻറ്റ്സ് തിക്ക് ഫിലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറുന്നു. തിൻ ഫിലമെൻറ്റ്സ് തിക്ക് ഫിലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറുന്നു എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അതായത് ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന തിൻ ഫിലമെൻ്റ് എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്നത് കാരണമാണ് ഇത് നടക്കുന്നത് എന്നാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി പറയുന്നത്. നമുക്ക് ഈ പടം ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി അനുസരിച്ച് ആക്റ്റിൻ ഫിലമെൻറ്റ് ഓക്കെ, ആക്റ്റിൻ ഫിലമെൻറ്റ് എങ്ങോട്ട് കയറുന്നു? ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇവിടെയൊക്കെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് എ ബാൻഡ്, ഇത് എ ബാൻഡാണ് ഇത് കാണിച്ചേക്കുന്നത്. എ ബാൻഡിനെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദിസ് പോർഷൻ ഇസ് എ ബാൻഡ്. എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇതിവിടെ നിന്നുള്ള ഇത്രയുള്ള ഐ ബാൻഡിൻ്റെ അവിടെ നിന്നുള്ള ഐ ബാൻഡ്, ദിസ് ഇസ് ഐ ബാൻഡ്, ദിസ് ഇസ് എ ബാൻഡ്, ദിസ് എ ബാൻഡ്. ഓക്കെ, ഐ ബാൻഡിൻ്റെ അവിടെ നിന്നുള്ള ആക്റ്റിൻ ഫിലമെൻറ്റ്സ് എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞങ്ങ് കയറുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറിക്കാർ പറയുന്നത്. ഒരു ഫിഗർ കൂടി ഇൻ ദിസ് റിഗാർഡ് ഞാനൊന്ന് കാണിച്ചോട്ടെ. അത് വെച്ച് മനസ്സിലാവത്തില്ല. അതായത് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ നമ്മുടെ മയോസിന് ഒരു ഹെഡുണ്ട്, ഒരു ടെയിലും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൻ്റെ ഹെഡ് മോളിക്യൂളാണ് കോൺട്രാക്ഷനിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ്? സോ ഈ ഹെഡ് പോയി ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റ്സ്, ഈ ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റ്സിൽ പോയി ഇത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് ഇത് മറഞ്ഞിരിക്കുന്നത്. കോൺട്രാക്ഷൻ സ്റ്റേറ്റിൽ, ആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ ഈ ട്രോപ്പോമയോസിൻ എന്ന് പറഞ്ഞ മറ അങ്ങ് നീങ്ങിപ്പോകും. അപ്പോൾ ഈ ആക്റ്റിൻ്റെ അവിടെയുള്ള ബൈൻഡിങ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആവുന്നു. ആക്റ്റിൻ്റെ അവിടെ പോയി ആരൊട്ടിപ്പിടിക്കുന്നു? മയോസിൻ്റെ ഹെഡ് ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് തമ്മിലൊരു ബോണ്ട് വരുന്നു അല്ലേ. അപ്പോൾ ഈ ആക്റ്റിനെ മയോസിൻ വലിച്ച് ഉള്ളിലേക്ക്, ബാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇത് എ ബാൻഡാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, എ ബാൻഡിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? എ ബാൻഡിൻ്റെ ഉള്ളിൽ ആക്റ്റിനും ഉണ്ട്, മയോസിനും ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ഇവിടെ ആക്റ്റിനാണ് ഉള്ളത്. മയോസിനും ഉണ്ട്, ബട്ട് കൂടുതലായിട്ട് ആക്റ്റിനുള്ള. അപ്പോൾ ഇവിടെ നിന്നുള്ള ആക്റ്റിന്, ഓക്കെ, ആക്റ്റിൻ, ഇവിടെ മയോസിൻ, ഇവിടെ നിന്നുള്ള ആക്റ്റിന് കുറേ ആക്റ്റിൻസ് ഉണ്ട്. അതും മയോസിനുമായിട്ടൊരു ബോണ്ടിങ് നടന്നു. ഓക്കെ, മയോസിനും ആക്റ്റിംഗ് ആയിട്ട് ബോണ്ടിങ് നടന്നു നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് നൗ വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ മയോസിൻ ഈ ആക്റ്റിനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഫൈൻ. പിന്നെ ഇവിടെയുള്ള ആക്റ്റിനെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചു കയറ്റും. അപ്പോൾ അതിൻ്റെ പരിണിതമായിട്ട് വാട്ട് വിൽ ഹാപ്പൻ?
ഇത്രയും സൈസ് ഉണ്ടായിരുന്ന എ, ഓക്കെ, ഇത്രയാണ് ഐൻ്റെ സൈസ് എന്ന് വിചാരിക്കാം. ഓക്കെ, എ ബാൻഡ്, ഐ ബാൻഡ്, ഇത്രയും സൈസ്, ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്ന എ ബാൻഡ് ഇതേ ഇപ്പം ഷോർട്ടൺ ചെയ്ത് ഇത്രയായിപ്പോയി. ഇതാണിപ്പോൾ ഐ ബാൻഡ്. മനസ്സിലായോ? എന്താ സംഭവിക്കുന്നത്? ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റിലേക്ക് ആ ട്രോപ്പോമയോസിൻ അങ്ങ് നീങ്ങി കഴിയുമ്പോഴത്തേക്കും ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റിലേക്ക് മയോസിൻ്റെ ഹെഡ്, മയോസിൻ എങ്ങനെ ഇരിക്കണേ, ഇങ്ങനെയല്ലേ ഇരിക്കണേ, ഈ ഹെഡാണ് പോയി ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് മയോസിൻ ആക്റ്റിനെ എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിച്ചു കയറ്റുന്നു. വലിച്ചു കയറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐ ബാൻഡ് അങ്ങ് കുഞ്ഞായി പോകുന്നു. എത്രത്തോളം മയോസിൻ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നു അത്രത്തോളം ഐ ബാൻഡ് കുഞ്ഞായി പോകുന്നു. നല്ല രീതിയിലേക്ക് ഉള്ളിലേക്ക് വലിച്ചു കയറ്റി നല്ല രീതിയിൽ കോൺട്രാക്ഷൻ നടക്കുന്നു. അവിടെ ഐ ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് പോലും കാണാനുണ്ടാവില്ല. റിലാക്സ് ചെയ്യുമ്പോൾ മാത്രമേ പിന്നെ അത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് അക്കോർഡിംഗ് ടു ദ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറിയാണ് ഇപ്പം നമ്മൾ ഈ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്ത്. അപ്പോൾ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചത് അതിൻ്റെതായ പൊസിഷനിലേക്ക് തിരിച്ച് വന്ന് കയറും. ഓക്കെ, ഇനി മയോസിൻ ഫിലമെൻസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. മയോസിൻ ഫിലമെൻ്റ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കണേ നമ്മൾ പറഞ്ഞു. ഈ രീതിയിൽ അല്ലേ, എൻ്റെ ടെയിൽ ടു ടെയിൽ, ഹെഡ് ഒപ്പോസിറ്റ്, ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണത് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് എല്ലാം നല്ല കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആണ്, ഒന്നും മറിഞ്ഞിരിക്കുകയല്ല. അതുകൊണ്ടാണ് അതിന് പെട്ടെന്ന് പോയി നമ്മുടെ ആക്റ്റിൻ്റെ ബൈൻഡിങ് സൈറ്റിൽ പോയി ഒട്ടിപ്പിടിക്കാൻ പറ്റുന്നു. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റ് അതിനെ വളരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്ലൈഡിങ് ഫിലമെൻറ്റ് മൂവ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പറഞ്ഞു, നോർമലി നമ്മുടെ ആക്റ്റിൻ്റെ അറ്റ് റെസ്റ്റ് ഉള്ള അവസ്ഥയാണ് ഈ കാണിച്ചേക്കുന്നത്. സാധാരണഗതിയിൽ ആക്റ്റിൻ ത്രെഡിൻ്റെ, അതായത് എഫ് ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ്സ് എല്ലാം കവർ ചെയ്ത് വെച്ചേക്കുക. ആരാ കവർ ചെയ്തേക്കുന്നത്? നമ്മുടെ ട്രോപ്പോമയോസിൻ, ട്രോപ്പോമയോസിൻ എൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ചാണ് ട്രോപ്പോണിനും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് നമുക്ക് പറയാം. ട്രോപ്പോമയോണിൻ ട്രോപ്പോമയോസിൻ കോംപ്ലക്സ് ആ ആക്റ്റീവ് സൈറ്റ്സിനെ എല്ലാം കവർ ചെയ്താണ് വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ മയോസിന് പോയി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ കോൺട്രാക്ഷൻ ഒട്ട് നടക്കത്തുമില്ല. പക്ഷേ കോൺട്രാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ, ജസ്റ്റ് ബിഫോർ കോൺട്രാക്ഷൻ ഹാപ്പൻസ്, എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ കവറിങ് ഒന്ന് നീങ്ങിപ്പോകുന്നു. അതെങ്ങനെയെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൗ ദ ട്രോപ്പോമയോസിൻ ട്രോപ്പോണിൻ കോംപ്ലക്സ് ഈ പറഞ്ഞ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് മാറിപ്പോകുന്നതെന്നാണ് ഇനി നോക്കുന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് കാൽഷ്യമാണ്. കാൽഷ്യം ഇൻഫ്ലക്സ്, ഏത് മസിൽ കോൺട്രാക്ഷൻ നടക്കണമെങ്കിലും അങ്ങോട്ട് നമ്മുടെ നെർവ്സ് സ്റ്റിമുലസ് കൊടുക്കുന്ന അനുസരിച്ചല്ലേ കോൺട്രാക്ഷനും റിലാക്സേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്റ്റിമുലസ് കിട്ടുന്ന പാടെ, ഓക്കെ, നെർവിൽ നിന്നുള്ള സ്റ്റിമുലസ്, ഏത് മസിലാണോ കോൺട്രാക്ട് ചെയ്യേണ്ടത് അങ്ങോട്ടൊരു സ്റ്റിമുലസ് എത്തുമല്ലോ. അപ്പോൾ സ്റ്റിമുലസ് എത്തുന്ന പാടെ ആ മസിലിൻ്റെ അവിടുത്തെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, മസിലിൻ്റെ ഉള്ളിലുള്ളത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കിട്ടുന്ന ഉടനെ, ഓക്കെ, അപ്പം നമ്മൾ നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്, നെർവ് ഫിസിയോളജി നമ്മൾ പഠിച്ചതാണ്. ന്യൂറോൺ സിനാപ്സിസ് ഉണ്ട് അല്ലേ, അതായത് ഒരു ന്യൂറോൺ വേറൊരു ന്യൂറോണിനെ മീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ് കാണും, ന്യൂറോ ജംഗ്ഷൻസ് കാണും, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ് കാണും. അപ്പോൾ ഇവിടെ വി ആർ ടോക്കിംഗ് അബൌട്ട് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ്. ഇപ്പോൾ ന്യൂറോൺ
ചെന്ന് അവസാനം ടെർമിനേറ്റ് ചെയ്യണ മസിലിലാണ്, മസിൽ സെൽസിലാണ് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂറോൺ അതിൻ്റെ സ്റ്റിമുലസ് മെസ്സേജ് പാസ് ചെയ്ത് അവസാനം മസിലിൽ കൊണ്ടുപോയി മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ആണ് അല്ലേ. ഇത് ഇലക്ട്രിക് ഇമ്പൾസസ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽസ് ആവാം, അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കാം റിലീസ് ചെയ്യുക. എന്തായാലും സിഗ്നൽ പാസ് ചെയ്തു. ഈ സിഗ്നൽ കിട്ടിയ പാടെ ആ കിട്ടുന്ന മസിൽ സെല്ലിൻ്റെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യുന്നു? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഉള്ളിലുള്ള, എൻ്റെ കയ്യിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാൽഷ്യം അയൺസ് ഉണ്ട്. കാൽഷ്യം അയൺസ് അത് റിലീസ് ചെയ്യാൻ തുടങ്ങും. അഥവാ കാൽഷ്യത്തിൻ്റെ അളവ്, ആ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള മസിലിലെ കാൽഷ്യത്തിൻ്റെ അളവ് വളരെയധികം കൂടുന്നു. കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ സാധനം വലിഞ്ഞിങ്ങ് നീങ്ങുന്നത്. അതിനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു ട്രോപ്പോണിന് 3 സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു സബ് യൂണിറ്റാണ് കാൽഷ്യമായിട്ട് അഫിനിറ്റി ഉള്ളത്. കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രോപ്പോണിൻ സി എന്ന് പറഞ്ഞ കാൽഷ്യമായിട്ട് അഫിനിറ്റി ഉള്ള, ഇതിവിടെ കാണിച്ചേക്കുന്ന പോലെ കാൽഷ്യമായിട്ട് അഫിനിറ്റി ഉള്ള ട്രോപ്പോണിൻ്റെ സബ് യൂണിറ്റ് കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്യും. ആ ബൈൻഡിങ് നടക്കുമ്പോഴത്തേക്ക് ഈ ട്രോപ്പോണിൻ്റെ ഷേപ്പിന് ഒരു കൺഫർമേഷണൽ ചേഞ്ച് വരുന്നു. ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പിന് രൂപമാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ ഇങ്ങനെ മേളിയിട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അത് തിരിഞ്ഞ് മറിഞ്ഞങ്ങ് പോകും. അപ്പോൾ കൺഫർമേഷണൽ ചേഞ്ച് വരണ കാരണം ഈ ട്രോപ്പോണിൻ്റെ കൂടെയാണ് ട്രോപ്പോമയോസിൻ ഒട്ടിയിരിക്കുന്നത് അല്ലേ. ട്രോപ്പോണിൻ്റെ ഒരു സബ് യൂണിറ്റായ ട്രോപ്പോണിൻ ടി എന്ന സബ് യൂണിറ്റ് ട്രോപ്പോമയോസിനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ അതുമായിട്ട് വേർപെടാനും പറ്റത്തില്ല. കാൽഷ്യം കിട്ടുമ്പോഴത്തേക്കും ട്രോപ്പോണിൻ സി കാൽഷ്യമായിട്ട് ചേരുമ്പോൾ ട്രോപ്പോണിന് രൂപമാറ്റം വന്ന് കൺഫർമേഷണൽ ചേഞ്ച് വന്ന്, അഥവാ അതിൻ്റെ ഓറിയൻറ്റേഷനിൽ വ്യത്യാസം വന്ന് ഇറ്റ് ഷിഫ്റ്റ്സ്. ട്രോപ്പോമയോസിനെ വലിച്ചുകൊണ്ട് അതങ്ങ് നീങ്ങും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺട്രാക്ഷൻ പ്രോസസ്സിന് ട്രിഗർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യണത് ഈ ട്രോപ്പോണിൻ്റെ കാൽഷ്യമായിട്ടുള്ള അഫിനിറ്റിയാണ് അതിന് കാരണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ ട്രോപ്പോമയോസിൻ കോംപ്ലെക്സ് അങ്ങ് മാറുമ്പോഴത്തേക്കും നമുക്ക് ആക്റ്റിൻ ഫിലമെൻ്റ് ആക്ടിവേറ്റഡ് ആയി എന്ന് നമുക്ക് പറയാം. കാൽഷ്യത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ കോംപ്ലെക്സ്, ഇതിനെ മറച്ചു വെച്ചിരുന്ന കോംപ്ലെക്സ് അങ്ങ് നീങ്ങി ആക്റ്റിൻ ഫിലമെൻ്റ് ആക്ടിവേറ്റഡ് ആയെന്ന് പറയാം. ആക്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും വാട്ട് ഇസ് ദ കോൺസിക്വൻസ്? ഈ പറഞ്ഞ ആക്റ്റീവ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആവുന്നു. മയോസിൻ ഹെഡ് പോയി ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ബൈൻഡിങ് ഓക്കേഴ്സ്, മയോസിൻ ആക്റ്റിനെ ഐ ബാൻഡിൽ നിന്ന് വലിച്ച് എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിടുന്നു. അങ്ങനെ ഐ ബാൻഡിൻ്റെ ലെങ്ത്ത് കുറയുന്നു. എത്രത്തോളം കോൺട്രാക്ഷൻ നടക്കുന്നു അത്രത്തോളം ഐ ബാൻഡിൻ്റെ ലെങ്ത്ത് കുറയുന്നു. ഷോർട്ടണിങ് നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സാർകോമിയർ ഷോർട്ടൻഡ് ആവും. ഓക്കെ, അതാണ് നമ്മുടെ സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി പറയുന്നത്. ഫൈൻ, ഇസ് ദാറ്റ് ക്ലിയർ? ഇതിന് വേറെ ഒരു തിയറി കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ദ വോക്കലോങ് തിയറി അല്ലെങ്കിൽ റാച്ചറ്റ് തിയറി എന്ന് പറയും. വോക്കലോങ് തിയറി അഥവാ റാച്ചറ്റ് തിയറി സിമിലർ തന്നെയാണ്. ഇതനുസരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മയോസിൻ ഹെഡ് ഇവിടെ കാണിച്ചേക്കുന്ന റാച്ചറ്റ് പോലെ കാണിച്ചേക്കുന്നത്, ഇത് മയോസിനെയാണ് കാണിച്ചേക്കുന്നത്. മയോസിൻ്റെ ഹെഡാണ് കാണിച്ചേക്കുന്നത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ഇത് പോയി ഒരു പോയിന്റിൽ മയോസിൻ്റെ ഹെഡ് ഒരു പോയിന്റിൽ ആദ്യം പോയി അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തിട്ട് ആ അറ്റാച്ച് ചെയ്ത പോയിന്റിനെ അത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത്. ഈ ഒരു പോയിന്റിൽ
അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റുന്നു അല്ലേ. എ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആ അറ്റാച്ച് ചെയ്ത് എങ്ങോട്ട് അറ്റാച്ച് ചെയ്യണേ? ആക്റ്റിൻ ഫിലമെൻറ്റിലാണ് പോയി അറ്റാച്ച് ചെയ്യണേ. ആക്റ്റിൻ ഫിലമെൻറ്റിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നു. നെക്സ്റ്റ് പോയിന്റിൽ അറ്റാച്ച് ചെയ്യണം. അപ്പം ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. മയോസിൻ്റെ ഹെഡ് ഈ പോയിന്റിൽ നിന്ന് വിട്ട് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയി ഒട്ടിപ്പിടിക്കുന്നു, അതിനെ ഉള്ളിലേക്ക് കയറ്റുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയി ഒട്ടിപ്പിടിക്കുന്നു, ഉള്ളിലേക്ക് കയറ്റുന്നു. മനസ്സിലായോ? ദിസ് ഈസ് ഹൗ ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡ് പോകുന്നത് പക്ഷേ ഇങ്ങനെയാണ്. മയോസിൻ്റെ ഹെഡ് പോയി ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യാൻ പോകുന്ന മോഷൻ ഇങ്ങനെയാണ്. ആക്റ്റിൻ ഫിലമെൻസിനെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുന്നു. ഫൈൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് ഒരു റാച്ചറ്റ്, നമ്മളൊരു ഹോക്കി അല്ലെങ്കിൽ ഗോൾഫൊക്കെ കളിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു റാക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോലെയല്ലേ. വെക്കുന്നു, അടിച്ച് ഒരെണ്ണത്തിന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് പിന്നെയും ഇറ്റ് കംസ് ടു സെയിം പൊസിഷൻ, അടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പോലെ അത് കാണിക്കുന്നതുകൊണ്ടാണ് വാക്ക് അലോങ് പറയുന്നത്. ഇറ്റ്സ് വാക്കിംഗ് അലോൺ. ഇങ്ങനെ ഓരോരോ പോയിന്റിൽ വാക്ക് ചെയ്ത് പോകുന്ന റാച്ചറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചടിച്ച് പോണ പോലത്തെ ഒരു ഫീൽ അത് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റാച്ചറ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഹെഡ് ടിൽറ്റിന് നമ്മുടെ മയോസിൻ ഹെഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതിനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നെക്സ്റ്റ് ബൈൻഡിങ് നടക്കുന്നുണ്ട് അല്ലേ. ഇതിനാണ് ടിൽറ്റ് ഓഫ് ദ ഹെഡ് അഥവാ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പറഞ്ഞ ഒരു ആക്റ്റിൻ പോയിൻ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് പുറകിലേക്ക് ഈ ആക്റ്റിനെയും കൊണ്ട് പുറകോട്ട് ടിൽറ്റ് ചെയ്ത് കയറുന്നുണ്ട്. അതിനാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ടിൽറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയ ഉടനെ ആ കണക്ഷൻ വിടിയിച്ചിട്ട് അടുത്ത പോയിന്റിൽ അത് പോയി ബൈൻഡ് ചെയ്ത് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റഡ് ആവുന്നു. അങ്ങനെയാണത് സംഭവിക്കുന്നത്. ഓക്കെ. ഇനി when a muscle contracts, we know muscle contraction energy യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. എനർജി അഥവാ ATP ധാരാളം ആവശ്യമുള്ള പ്രോസസ്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇഫക്റ്റ് പഠിക്കാനുണ്ട്, ഫെൻ ഇഫക്റ്റ്, FEN. അതെന്താണെന്ന് പറയാം. Greater the amount of work performed by the muscle, greater the amount of ATP that is cleaved. വെരി ഓബ്വിയസ് അല്ലേ. എത്രത്തോളം വർക്ക് ഒരു മസിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മസിൽ സെൽ ചെയ്യുന്നോ അത്രയധികം ATP നമ്മൾ പൊട്ടിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് ഫെൻ ഇഫക്റ്റ്. വെരി മച്ച് ഒബ്വിയസ് അല്ലേ. എത്രത്തോളം അഥവാ ദ വർക്ക് ഡൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ amount of ATP that is being broken down അല്ലെങ്കിൽ ക്ലീവ്. അതാണ് ഫെൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓൺ ടു ദ ബയോകെമിസ്ട്രി ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ബയോകെമിസ്ട്രി ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ഓക്കെ. ATP വേണമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഈ പറഞ്ഞ മയോസിൻ ഹെഡാണ് ഈ മസിൽ കോൺട്രാക്ഷനിലെ മെയിൻ റോള് വഹിക്കുന്ന ഒന്ന്. ആക്റ്റിനും മയോസിനുമാണ്. അതിൽ മയോസിൻ ഹെഡ് പോയി ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യുന്നത് ആണ് കോൺട്രാക്ഷന് ബൈൻഡ് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് വലിക്കുന്നതാണ് കോൺട്രാക്ഷന് കാരണമാകുന്നത് അല്ലേ. അപ്പം ഇതിന് വേണ്ട ATPനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈം അഥവാ ATPase എവിടെയാണ് കാണുന്നത്? മയോസിൻ ഹെഡിൽ തന്നെ കാണുന്നുണ്ട്. ഓക്കെ. ATPaseൻ്റെ സഹായത്തോടെയാണ് ATPനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അത് കാണുന്നത് മയോസിൻ ഹെഡിൽ തന്നെയാണ് അതിൻ്റെ എൻസൈം കാണുന്നത്. അങ്ങനെ ATP നമ്മൾ ക്ലീവ് ചെയ്ത് ADP ആക്കി മാറ്റുന്നു. ADP എനർജി ആക്കി മാറ്റുന്നു. ആ എനർജി ഉപയോഗിച്ചാണ് അത്യാവശ്യം ഈ പറഞ്ഞ കോൺട്രാക്ഷന് വേണ്ട അത്യാവശ്യം എനർജി നമ്മൾ സ്വരുക്കൂട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് മതിയാവത്തില്ല, വീണ്ടും അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വീണ്ടും എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത എനർജി മോളിക്യൂളായ ഫോസ്ഫാജൻസ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ആർജിനിൻ ഫോസ്ഫേറ്റ് നമ്മളിലല്ല, ഇൻവെർട്ടിബ്രേറ്റ്സിലാണ് ആർജിനിൻ ഫോസ്ഫേറ്റ് കാണുന്നത്. നമുക്കൊക്കെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫാജനിൽ നിന്ന് നമ്മൾ എനർജി അവരുടെ കയ്യിൽ നിന്ന് ഉള്ള ഫോസ്ഫേറ്റിനെ ഉപയോഗിച്ച് നമ്മൾ എനർജി കടം മേടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ ATPയിൽ നിന്നുള്ള എനർജി നമ്മൾ ഉപയോഗിച്ചല്ലോ, ADP ആക്കി മാറ്റി അതിന് എനർജി ഉപയോഗിച്ച് കുറച്ച് കോൺട്രാക്ഷൻ വേണ്ട കുറച്ച് എനർജി നമുക്ക് കിട്ടി. പക്ഷെ അതുകൊണ്ട് മതിയാവുന്നില്ല. അപ്പം നമ്മുടെ മസിലിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചില ഫോസ്ഫേറ്റ് റിച്ച് മോളിക്യൂൾസ് ഉണ്ട്, അതാണ് ഫോസ്ഫാജൻസ്, ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. അതിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് നമ്മൾ കടമെടുത്ത് ADP നമ്മുടെ കൈ കിടപ്പുണ്ടല്ലോ, ADPക്ക് കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ ATPനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ ATPയിൽ നിന്ന് അഥവാ റീഫോസ്ഫോറിലേഷൻ നടത്തുവാണ്. ATPനെ റീഫോസ്ഫോറിലേഷൻ നടത്തുകയാണ്. ഓക്കെ, റീഫോസ്ഫോറിലേഷൻ നടത്തി വീണ്ടും നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടാ ATPനെ നമ്മൾ ഉപയോഗിച്ചു, ADP ആക്കി മാറ്റി. ഓക്കെ, ഇനി അത് നമുക്ക് മതിയാവുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ മസിലിലുള്ള ATPയുടെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലേ. പിന്നെയും നമുക്ക് മസിൽ സെൽസ് ആക്റ്റീവ് ആവണമെങ്കിൽ, അത് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ഷൻസ് നടക്കണമെങ്കിൽ ATP ലെവൽ ഹാസ് ടു ബി മെയിൻറ്റെയിൻ. അപ്പോൾ അതിന് ഉള്ള പണിയാണ് ഇപ്പം ചെയ്യുന്നത്. എന്താണ്? അതിനെ വീണ്ടും റീപ്ലനിഷ് ചെയ്യുക അഥവാ റീഫോസ്ഫോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ADPനെ വീണ്ടും ATP ആക്കി മാറ്റുക. എങ്ങനെ? നമ്മുടെ മസിലിലുള്ള ഒരു ഫോസ്ഫാജനായ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ATPനെ തിരിച്ചുണ്ടാക്കുന്നു. ഓക്കെ, അതിന് ATPനെ ഉണ്ടാക്കാനായിട്ട് ഈ ATP എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിന് ഇപ്രകാരം അതിന് എനർജി റിച്ച് മോളിക്യൂൾ, ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എനർജി റിച്ച് മോളിക്യൂൾ ആവാനായിട്ട്, ഓക്കെ, ഇതിപ്പോൾ ക്രിയാറ്റിനായിട്ട് അതിനെ വീണ്ടും ഫോസ്ഫേറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയില്ലേ. ഇതിങ്ങനെ പിന്നെയും കണ്ടിന്യൂ ചെയ്താൽ എങ്ങനെയാണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആയിട്ടിരിക്കാൻ പറ്റുക? അതിനുള്ള ATP അതിന് കിട്ടുന്നത് ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗണിൽ നിന്നാണ് ക്രിയാറ്റിന് വേണ്ട ഫോസ്ഫേറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് അത് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന രൂപത്തിൽ മസിൽസിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ATP ഉപയോഗിച്ചാണ് റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ആ ATP നമ്മൾ യൂസ് ചെയ്താൽ അത് തിരിച്ച് നമ്മളത് അത്യാവശ്യം വേണ്ട എനർജിയായി. വീണ്ടും നമ്മൾ ഹൈ എനർജി വർക്ക്സ് ചെയ്യണമെങ്കിൽ വീണ്ടും ആവശ്യമുണ്ട്. അല്ല, ഹൈ എനർജി വർക്ക് അല്ല ചെയ്യണമെങ്കിൽ പോലും അടുത്ത ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി എനർജി നമ്മൾ അവിടെ അവൈലബിൾ ATP ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ട ATP തിരിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ എനർജി റിച്ച് മോളിക്യൂളിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് എടുത്താണ് തിരിച്ച് ATPനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഉണ്ടാവാനുള്ള ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് ക്രിയാറ്റിന് കിട്ടുന്നത്? അതിനുള്ള ഫോസ്ഫേറ്റ് അതിന് കിട്ടുന്നത് ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗണിൽ നിന്നാണ്. ക്രിയാറ്റിന് ഫോസ്ഫേറ്റ് കിട്ടി, അത് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റായി
മാറുന്നത്. ഓക്കെ, ഇനി ഒരു കോറി സൈക്കിൾ എന്ന് പറഞ്ഞൊരു സൈക്കിൾ കൂടി നമ്മൾ പറഞ്ഞാൽ ദിസ് വുഡ് ബി കംപ്ലീറ്റ്. കോറി സൈക്കിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇൻറ്റൻസ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ATP നമ്മുടെ ATP പ്രൊഡക്ഷന് യൂഷ്വലി നമ്മുടെ സെൽസിൽ എന്ത് മെറ്റബോളിസമാണ് നടക്കണേ? എയറോബിക് മെറ്റബോളിസമാണ് നടക്കണേ അല്ലേ? അഥവാ എയറോബിക് ഗ്ലൈക്കോളിസിസാണ് നടക്കുന്നത്. ഓക്സിജൻ ഉപയോഗിച്ചാണ് ATP പ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷേ വളരെ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്സസൈസസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കൊണ്ട് എനർജി പ്രൊഡക്ഷൻ മതിയാവത്തില്ല. അഥവാ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല ഈ പറഞ്ഞ പ്രോസസ്സസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. കണ്ടമാനമുള്ള ആക്ടിവിറ്റീസ്, കണ്ടമാനമുള്ള റേറ്റിലുള്ള എക്സസൈസസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ആ പ്രോസസ്സസ് എല്ലാം ഓക്സിജൻ്റെ സഹായത്തോടെ ചെയ്യാനുള്ള ആഡിക്വേറ്റ് ഓക്സിജൻ ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് അനേറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ എക്സസീവ് ആക്ടിവിറ്റി നടക്കുമ്പോൾ, വളരെ വിഗറസ് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴായിരിക്കും, എയറോബിക്കിന് താങ്ങാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ് അനേറോബിക് ഗ്ലൈക്കോളിസിസ് അഡീഷണലായിട്ട് നടക്കുന്നത്. ഇങ്ങനെ അനേറോബിക് ഗ്ലൈക്കോളിസിസ് നടന്നാൽ അനേറോബിക് ഗ്ലൈക്കോളിസിസിൻ്റെ ബൈ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ലാക്റ്റിക് ആസിഡാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നത്. അനേറോബിക് ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് എനർജിയൊക്കെ കിട്ടുന്നുണ്ട്, കുറവാണെങ്കിലും കിട്ടുന്നുണ്ട്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ലാക്റ്റിക് ആസിഡാണ്. ഈ ലാക്റ്റിക് ആസിഡ് എവിടെയാണോ അനേറോബിക് ഗ്ലൈക്കോളിസിസ് മസിലിലാണ് നടക്കണമെങ്കിൽ മസിലിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് അക്യുമുലേറ്റ് ചെയ്താൽ അത് മസിൽ സെൽസ് ഡീറിയോറേറ്റ് ചെയ്യാൻ കാരണമായി തീരും. അപ്പോൾ അതിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടായ ലാക്റ്റിക് ആസിഡെ മസിൽ സെൽസിലേക്ക്, മസിൽ സെൽസിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ മസിലിൽ വെച്ച് അങ്ങനെ ഉണ്ടായ ലാക്റ്റിക് ആസിഡിനെ മസിലിനുണ്ടായ ലാക്റ്റിക് ആസിഡിനെ മസിലിൽ നിന്ന് ലിവറിലേക്ക് കൊണ്ടുപോകുന്നു. ലിവറിൽ വെച്ച് അതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ലാക്റ്റിക് ആസിഡിനെ ഗ്ലൈക്കോജനാക്കി ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ATP ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാക്റ്റിക് ആസിഡിനെ ഈ പറഞ്ഞ പോലെ അത് അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിനെ ഗ്ലൈക്കോജനാക്കി ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യണം. ഈ ATPനെ നമുക്ക് കിട്ടുന്നത് ലാക്റ്റിക് ആസിഡിൻ്റെ എയറോബിക് ഓക്സിഡേഷനിൽ നിന്നുള്ള എയറോബിക് ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. what I was saying was ഗ്ലൈക്കോജൻ ഫോർമേഷനും നടക്കുന്നുണ്ട്. ലാക്റ്റിക് ആസിഡിൻ്റെ എയറോബിക് ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ശതമാനം, 1/5 ഓഫ് ദ ക്വാണ്ടിറ്റി, ഇച്ചിരി ഓക്സിജനേ ഉള്ളൂ. അപ്പം വളരെ കുറച്ചൊരു ശതമാനം ലാക്റ്റിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. മേജർ പോർഷൻ ഗ്ലൈക്കോജൻ ആക്കി നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, ദിസ് ഗ്ലൂക്കോസ്, ഈ ഗ്ലൈക്കോജനെ നമുക്ക് ഗ്ലൂക്കോസ് ആക്കി മാറ്റാം എന്ന് നമുക്കറിയാം അല്ലേ? ഗ്ലൈക്കോജനെ പൊട്ടിച്ച് നമുക്ക് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റുന്നു. ഈ ഗ്ലൂക്കോസിനെ തിരിച്ച് നമ്മൾ ഈ മസിലിലേക്ക് മസിൽ ഗ്ലൈക്കോജനാക്കി എത്തിക്കുന്നു. ഇതിനെയാണ് കോറി സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് പറഞ്ഞാൽ അനേറോബിക് ഗ്ലൈക്കോളിസിസ് മൂലം ഉണ്ടാവുന്ന അക്യുമുലേറ്റ് ചെയ്ത് ബൈ പ്രൊഡക്റ്റായിട്ടുണ്ടാവുന്ന ലാക്റ്റിക് ആസിഡിനെ മസിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കാരണം മസിലിൽ നിന്ന് അതിനെ എടുത്ത് ലിവറിൽ കൊണ്ടുപോയി ലിവറിൽ വെച്ച് അതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ചെറിയൊരു ശതമാനം ലാക്റ്റിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്, 1/5 ഓഫ് ഇറ്റ്.
മേജർ പോർഷൻ ഗ്ലൈക്കോജൻ, ലിവർ ഗ്ലൈക്കോജൻ ആക്കിയാൽ മാറ്റുക. ആ ലിവറിലുള്ള ഗ്ലൈക്കോജനെ തിരിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന, ആ ബ്ലഡ് ഗ്ലൂക്കോസിനെ മസിൽ ഗ്ലൈക്കോജൻ ആക്കി തിരിച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കോറി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് ഓവർ. താങ്ക് യു.